ഇന്ന് കുറച്ച് A4 ഷീറ്റ് വെച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഒരു 6 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. അത് സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്താൽ കാര്യം എളുപ്പമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ ഓരോ പേപ്പറും എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യണം കേട്ടോ. ആദ്യം പകുതിയായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു രീതിയിൽ മടക്കുക. നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ ഒരു രീതിയിൽ തന്നെ. പക്ഷേ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് ഇരുന്നോളും. A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വലിയ കനമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മളിങ്ങനെ 2 ലെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ താഴ്ഭാഗം കൂടെ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ഗ്ലൂ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഗ്ലൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. വൈറ്റ് ഗ്ലൂ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കാണിക്കുന്നത് പോലെ 2 സൈഡും സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും കൂടെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പെൻ ഹോൾഡറാണ്. പെൻ ഹോൾഡർ മാത്രമല്ല പെയിൻറ്റ് ബ്രഷും ഒക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 3 എണ്ണം ഒരു കളറും 3 എണ്ണം ഒരു കളറും. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഗ്ലൂ തേച്ചിട്ട് എല്ലാം കൂടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം വരെ ഗ്ലൂ തേക്കണം, എന്നിട്ട് എല്ലാം കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അതുപോലെ ഡബിൾ സൈഡ് ടൈപ്പ് നല്ല സ്ട്രോങ് ആയതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 3 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടവിട്ടിട്ട് കളർ ഇങ്ങനെ മാറ്റിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പല പല കളറുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒട്ടിക്കിട്ടാൻ കുറച്ചൊന്ന് സമയം പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഈ ഒരു രീതിയിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ താഴ്ഭാഗത്തെ ഹോൾ അടയ്ക്കാനായിട്ട് ഞാനൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് മടക്കി ഒട്ടിച്ചിട്ട് ഒന്നും കൂടെ കട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴ്ഭാഗത്തിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത് കട്ട് ചെയ്ത് അതിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിലൊട്ടിക്കാനായിട്ട് നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യണം. ഈ ഗ്ലൂ പോരാ കേട്ടോ. ഇതിന് നമുക്ക് ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ സംഭവം ഇതേ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഇത് സംഭവം വളരെ സിമ്പിൾ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അവരുടെ ഡെസ്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണേ.